ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റഫേൾഡ് സ്ലീവ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ 3/20 നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന നൈറ്റി തുണി 290 വരുന്നത്. ഇതിപ്പോൾ നമ്മൾ റഫേൾഡ് സ്ലീവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ 3/20 നൈറ്റി ബിറ്റ് എടുത്തിരിക്കുന്നത്. ഇല്ല എങ്കിൽ നമുക്ക് 290 തന്നെ മതി. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മെറ്റീരിയൽ ഞാൻ 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ നൈറ്റി തുണി ഒന്ന് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും നൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ സൈഡ്. ഇപ്പുറത്തെ സൈഡ് ഫോൾഡഡ് ആയിട്ടാണ് വരുന്നത്. ഫോൾഡഡ് സൈഡ് നമ്മുടെ അരികിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് നമ്മുടെ നൈറ്റിയുടെ ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു ചെറിയൊരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ആ ബ്ലാക്ക് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്താണ് സ്ട്രാപ്പിൻ്റെ ലെങ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയാണോ നമ്മുടെ നൈറ്റിയുടെ ഫുൾ ലെങ്ത് വരുന്നത് അതിൽ നിന്നും നമ്മൾ എത്രയാണോ സ്ട്രാപ്പിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് അത് മൈനസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 56 ഇഞ്ചാണ്. അതിൽ നിന്നും 6 ഇഞ്ചാണ് ഞാൻ സ്ട്രാപ്പിൻ്റെ ലെങ്ത് വെക്കുന്നത്. അപ്പോൾ ആ 56 ഇഞ്ചിൽ നിന്നും 6 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 50 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 51.5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ താഴെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നും മുകളിൽ ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 51.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രാപ്പിന് ലെങ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ബാക്കിലെ നെക്കിൻ്റെ ലെങ്തും ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്തും എപ്പോഴും ഈക്വൽ ആയിട്ടായിരിക്കും സ്ട്രാപ്പ് വെച്ച് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത് ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് മലന്നു പോകാനും അതുപോലെ ഇറങ്ങിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതാ ഈ 51.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ ആ ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതാ ഞാനിവിടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുകളിൽ 6 ഇഞ്ചിലൊരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എനിക്ക് ആം ഹോൾ 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് മുകളിൽ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെയിൻ ക്ലോത്തിലേക്ക് ഒരു ഇഞ്ച് കൂടെ ആം ഹോൾ ഒന്ന് കുഴിഞ്ഞു വന്നാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൂട്ടി 2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ 8 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. കാരണം 1/2 ഇഞ്ച് നമുക്കിവിടെ സ്ട്രാപ്പും മെയിൻ ഫാബ്രിക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകും. പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടെ ഞാൻ എക്സ്ട്രാ കൊടുത്തുവെന്നേ ഉള്ളൂ. ഇനി നമുക്കിതാ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയാണോ നമ്മുടെ ചെസ്റ്റ് വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെ 2 ഇഞ്ച് തയ്യൽ തുമ്പോട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചെസ്റ്റ് വരുന്നത് 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഇതുപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 10.5 ഇഞ്ചിൽ ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗമില്ലേ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കുഴിച്ചൊന്നും വരച്ചു കൊടുക്കേണ്ട, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോഴും മുകളിൽ 6 ഇഞ്ചിൽ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മൈനസ് ചെയ്തിട്ട് വേണം വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത് 13 ഇഞ്ചാണ് വേണ്ടത്. അതിൽ നിന്നും 6 ഇഞ്ച് നമ്മൾ സ്ട്രാപ്പിനായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഈ ടേപ്പ് എടുത്ത് നമ്മൾ 51.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ അവിടെയായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ടേപ്പ് ഒന്ന് വയ്ക്കുക. എന്നിട്ട് അവിടുന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ വേസ്റ്റ് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമ്മുടെ വേസ്റ്റ് വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് വേസ്റ്റിൻ്റെ വണ്ണം 8 വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് 18 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 18 ഇഞ്ചിൽ നിന്നും 6 ഇഞ്ച് സ്ട്രാപ്പിനുള്ളത് മൈനസ് ചെയ്യണം. അത് മുമ്പേ വെച്ച് കൊടുത്ത പോലെ തന്നെ ആ വരയിൽ 6 ഇഞ്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് എത്രയാണോ നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി താഴേക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് 18 വേണ്ടത്. ഞാൻ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 18.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് 11 കൊടുക്കുന്നത്. ഇപ്പോൾ നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസ് കിടക്കേണ്ടതുകൊണ്ടാണ് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചുരിദാർ കട്ട് നൈറ്റിയൊക്കെ കട്ട് ചെയ്യില്ലേ, അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുകളിൽ സ്ട്രാപ്പ് വരുന്നതുകൊണ്ട് ആ ഒരു അളവ് എത്രയാണോ നമ്മുടെ അളവ് വരുന്നത് അതിൽ നിന്നും ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത് ഒന്ന് മൈനസ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു തരാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടതൊന്നും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും ചുരിദാർ കട്ട് നൈറ്റിയൊക്കെ കട്ട് ചെയ്യാൻ അറിയാമായിരിക്കാം. ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ഈ മുകളിലത്തെ ഭാഗം എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാനുള്ള സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ നമ്മുടെ തുണി എടുത്ത് നിവർത്തിയിട്ട് അതൊന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലേക്കുള്ള സ്ട്രാപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 2 സൈഡിലേക്കുള്ള സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നൈറ്റിയില്ലേ അതെടുത്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മുകൾ വശത്ത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത്. എന്നിട്ട് ആ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ നിന്നും ആ ആം ഹോളിൻ്റെ അവിടെ വരെ എത്രയാണോ വീതി വരുന്നത് ആ ഒരു വീതി വേണം നമ്മൾ സ്ട്രാപ്പിന് കൊടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ 4 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 4.25 ഇഞ്ചിലാണ് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വീതിയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് 4.25 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ 6 ഇഞ്ച് പറഞ്ഞത്. ബാക്ക് പോർഷനോട് വരുമ്പോൾ ടോട്ടൽ നമുക്ക് 12 ഇഞ്ച് വരും. നമ്മൾ ഒറ്റ പീസിൽ നിന്നാണ് ഫ്രണ്ടും ബാക്കിലൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ലെങ്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 13 ഇഞ്ച് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രാപ്പിൻ്റെ വീതിയും ലെങ്തും ഒക്കെ എത്രമാത്രം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്കാണ് നമ്മൾ ഈ 2 പീസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ 2 സൈഡിലേക്കായിട്ട് 4 പീസ് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഫോൾഡഡ് ആയിട്ടുള്ള തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നെക്കിൻ്റെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഭാഗം ആം ഹോളിൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനുള്ള 1/4 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മളിവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സൈഡിലേക്കും വേണ്ട 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ ഒരു സൈഡിലെ ലെങ്ത് തയ്യൽ തുമ്പോട് കൂട്ടി 6.5 ഇഞ്ച് വരും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ സ്ട്രാപ്പിൻ്റെ നല്ല വശവും കൂടെ ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ സൈഡിൽ ആ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗമില്ലേ അവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മുകളിൽ കൂടി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തുണി തികയത്തില്ലെങ്കിൽ ആ നെക്കിൻ്റെ പോർഷനും ഓപ്പൺ ആയിട്ട് തന്നെ കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പോടെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടോ ബാക്ക് പാർട്ടോ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇതുപോലെ നിവർത്തിയിടുക. എന്നിട്ട് ഇതിൻ്റെ ഈ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം വരുന്നില്ലേ അവിടെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുത്ത ആ ഒരു സൈഡ് വരുന്ന രീതിയിൽ ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഫോൾഡഡ് സൈഡ് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് അതായത് ആ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല വശത്തായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ആം ഹോൾ ഷോൾഡർ മാർക്ക് ചെയ്ത ഒരു പോയിന്റില്ലേ അവിടെയായിട്ട് നമ്മുടെ ഈ സ്ട്രാപ്പിൻ്റെ എൻഡ് പോർഷൻ നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട്
രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇത് രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഞാനിത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ നല്ല വശത്ത് വെച്ച് 2 പീസും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ നെക്കിൻ്റെ പോർഷനൊക്കെ നമുക്കൊന്ന് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കണം. അതിനായി ഇതുപോലെ ക്രോസ് പീസൊക്കെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം വെളിയിൽ വരുന്ന രീതിയിൽ അതായത് ഇതുപോലെ ഇതൊന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ആം ഹോളിൻ്റെ അവിടെ നിന്നും അതായത് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന അതായത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ സ്ട്രാപ്പ് ഇതുപോലെ തന്നെ താഴേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് ഒരു 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ക്രോസ് പീസ് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് അകത്തേക്ക് മടക്കി അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രാപ്പ് ഇതാ ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്ട്രാപ്പിന് അടിയിലിരിക്കുന്ന ഒരു ക്രോസ് പീസൊക്കെ ഇല്ലേ, അതൊക്കെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ഈ സ്ട്രാപ്പിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നീങ്ങി ഒരു സ്റ്റിച്ചൂടെ ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് അകത്തേക്ക് വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രാപ്പിൻ്റെ അവിടെ അടിയിലുള്ള ക്രോസ് പീസൊക്കെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നെക്കിലൊക്കെ ക്രോസ് പീസ് വെച്ച് കൊടുക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഈ സ്ട്രാപ്പിൻ്റെ അടുത്ത അറ്റം നമ്മുടെ ബാക്ക് പീസുമായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ നമ്മൾ ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഒരു ഭാഗമില്ലേ മുകൾ വശം, അതിൻ്റെ നല്ല വശവും നമ്മുടെ ഈ സ്ട്രാപ്പിൻ്റെ നല്ല വശവും കൂടെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കാം. നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തില്ലേ, അതേ രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 സ്ട്രാപ്പും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്ക് പാർട്ടിൽ നമ്മുടെ സ്ട്രാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ബാക്കിലും ക്രോസ് പീസ് വെച്ച് അകത്തേക്ക് മടക്കി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രോസ് പീസ് വെച്ച് അകത്തേക്ക് മടക്കി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ടിലും ക്രോസ് പീസ് വെച്ച് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ആ പോർഷനൊക്കെ കറക്റ്റായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് നമ്മുടെ റഫേൾഡ് സ്ലീവിനുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ മുകളിലത്തെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും താഴേക്ക് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെ വരെയാണോ നമുക്ക് ആ ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത് അവിടെ വരെയുള്ള ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതാ ഈ ഒരു മുകൾ വശത്ത് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമില്ലേ, അവിടെ ആ ഒരു സ്ട്രാപ്പിൻ്റെ വീതിയുടെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 4 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി ഇതേപോലെ 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിലത്തെ 2 ഇഞ്ചിൽ നിന്നും താഴേക്ക് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടേക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കൂടിയാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം, അതുപോലെ ബാക്ക് പാർട്ടിലും 2 സൈഡിലും ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി നമ്മളിതാ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ബ്ലാക്ക് തുണിയില്ലേ അതെടുക്കുക. എന്നിട്ട് അതിനെ ആദ്യം ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ താഴ്വശം ഓപ്പൺ ആയിട്ടും മുകൾ വശം ഫോൾഡഡ് ആയിട്ടും വരുന്ന രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ നേരെ തിരിച്ച് ഇതുപോലെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമുക്ക് 8 പീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റിയൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കില്ല, അതേ രീതിയിൽ തന്നെയാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത്. ആദ്യം ലെങ്തുകൾ നമ്മൾ ഫോൾഡ് ചെയ്യും, അത് കഴിഞ്ഞ് വീതി ഭാഗങ്ങൾ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ നൈറ്റി ഫോൾഡ് ചെയ്യുമ്പോൾ വീതി ഭാഗങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് നമ്മൾ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് 4 ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 8 പീസ് വരും. നമ്മളിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ട സ്ലീവ് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് 8 ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം സർക്കുലർ ഷേപ്പിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫുൾ സർക്കുലർ സ്കേർട്ടൊക്കെ ചെയ്യില്ല ആ രീതിയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ റേഡിയസ് ഒന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ എത്രയാണോ നമ്മുടെ
മെയിൻ ഫാബ്രിക്കിൽ ആ സ്ലീവ് വരേണ്ടതിൻ്റെ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്തത് അതിൽ നിന്നും 6.28 ഒന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് എവിടെ വരെ ആ സ്ലീവ് വരേണ്ടതെന്നൊന്ന് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലെങ്തിൽ നിന്നും നമ്മൾ 6.28 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 11 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.7 ആണ് വരുന്നത്. അപ്പോൾ ഈ മുകളിൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് 1.7 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോർണറിൽ തന്നെ ടേപ്പ് വെച്ച് ഒരു ചെറിയൊരു സർക്കുലർ ഷേപ്പിൽ ഇതുപോലെ 1.7 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ മുകൾ വശവും ഫോൾഡഡ് ആയിട്ടാണ് വരുന്നത്, അതുപോലെ തന്നെ ഈ സൈഡ് വശവും ഫോൾഡഡ് ആയിട്ടാണ് വരുന്നത്. താഴ്വശം ഓപ്പൺ ആയിട്ടും അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്ലീവിൻ്റെ ലെങ്ത് 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇത് റഫേൾഡ് സ്ലീവ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കുവാണ്. കാരണം നമ്മൾ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നിടത്തു നിന്നും കുറച്ചുകൂടെ നീങ്ങി ഒരു 2 ഇഞ്ച് കൂടെ നീങ്ങിയാണ് നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കുറഞ്ഞു പോകാതിരിക്കാനാണ് ഞാനൊരു 3 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവിന് അധികം ലെങ്ത് ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾ ഇത്രയും തയ്യൽ തുമ്പൊന്നും കൊടുക്കേണ്ട. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ആദ്യം വരച്ച ആ ചെറിയൊരു സർക്കിളിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആ സർക്കിളിൻ്റെ ഓരോ ഭാഗത്തും വെച്ചിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇനി നേരെ താഴേക്കും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെയും റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതാണ്, അപ്പം നമുക്ക് സ്ലീവിന് ഒത്തിരി ലെങ്ത് കുറവ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടെ ലെങ്ത് കൂട്ടി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൈ മതിയെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ആ മുകളിലത്തെ ആ ഒരു ചെറിയ റൗണ്ടില്ലേ അത് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് താഴത്തെ ആ ഒരു ചെറിയ റൗണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് 2 റൗണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 സൈഡിലേക്കും വേണ്ട, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ട 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് റൗണ്ട്, ഇത് സെക്കൻഡ് റൗണ്ട്. ഇത് നമ്മുടെ 2 സൈഡിലേക്കുള്ള സ്ലീവാണ്. അതായത് ഇനി ഇതുപോലെ കറക്റ്റായിട്ട് 2 സ്ലീവും നിവർത്തി ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തു നിന്നും, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇന്ന സ്ഥലത്തു നിന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവും ഒരുപോലെ വെക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഒരു സൈഡ് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലത്തെ സൈഡ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ താഴോട്ടുള്ള ഭാഗം നമുക്കൊരു കർവ് ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് 2ആയിട്ട് മടക്കി നമ്മുടെ ആ നല്ല ഷേപ്പിൽ വന്നിരിക്കുന്ന ഭാഗമില്ലേ ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വയ്ക്കും. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് അവിടവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സ്ലീവും ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് 2 സൈഡും ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ വെച്ച് കൊടുക്കേണ്ടതെന്നോട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക് എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈനില്ലേ അവിടെയാണ് നമ്മൾ സ്ലീവ് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ സ്ലീവിൻ്റെ സെൻട്രൽ പോയിൻറ്റും നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻട്രൽ പോയിൻറ്റും ഇപ്പോൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ മുകളിൽ നിന്നും താഴേക്കാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ താഴേക്ക് സ്ലീവിന് ഈ താഴേക്ക് ഇങ്ങനെ വാല് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ അവിടെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
നമുക്ക് കട്ട് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് എന്താ ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ അവിടെ വാല് പോലെ കിടന്ന ഒരു ഭംഗി കാണില്ല. നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ എല്ലാം ഒരുമിച്ച് നമ്മുടെ ചുരിദാർ മോഡൽ നൈറ്റിയിലല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വാല് പോലെ കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതായതുകൊണ്ട് ഈ ഒരു സൈഡ് നമുക്ക് നല്ല വീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഫ്ലെയറിൽ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ സ്ലീവ് കിട്ടും. അതായതുകൊണ്ട് ഇതുപോലെ ഉണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു സ്ലീവ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ മെയിൻ ഫാബ്രിക് നൈറ്റ് കട്ട് ചെയ്ത സമയത്ത് മുകളിലായിട്ടൊരു പീസ് കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അതിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു സ്ലീവിൻ്റെ ലെങ്തിൽ നിന്നും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറച്ച് വേണം വയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത് 8 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആ സ്ലീവിന് ഈ ഒരു സ്ലീവിൻ്റെ അത്രയും ലെങ്തും നിങ്ങൾ കൊടുക്കേണ്ട. ഈ ഒരു ലെങ്തിൽ നിന്നും ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറച്ച് നിങ്ങൾ ലെങ്തും കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്ത രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് കൊടുത്തത് അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ വരുന്നത് അത് വേണം ഈ രണ്ടാമത്തെ സ്ലീവിൻ്റെ റേഡിയസ് ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് 8 ഇഞ്ചല്ലേ വന്നേ, അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണോ വരുന്നത് ആ ഒരു റേഡിയസ് വേണം നമ്മൾ രണ്ടാമത്തെ സ്ലീവിന് കൊടുക്കാൻ. അതുപോലെ തന്നെ ആദ്യത്തെ സ്ലീവിൻ്റെ അത്ര ലെങ്ത് ഞാൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ സ്ലീവിന് ആദ്യത്തെ സ്ലീവിൽ നിന്നും ഒരു 2 ഇഞ്ച് കൂടെ കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ലീവുകൾ രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതായത് ആദ്യത്തെ സ്ലീവിലേക്ക് രണ്ടാമത്തെ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ആ രണ്ടാമത്തെ സ്ലീവ്, അതായത് മുകളിൽ വരുന്ന ആ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ 2 അറ്റങ്ങളില്ലേ അവിടെ എന്താ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ 2ആയിട്ട് മടക്കി 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടല്ല കട്ട് ചെയ്തത്, ഒന്നിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് വശങ്ങൾ ഇതുപോലെ 2ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിതുപോലെ അരികുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ അടുത്ത സ്ലീവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെയും 2 സൈഡും മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്ലീവില്ലേ അതിൻ്റെയും 2 സൈഡും എന്താ ഇതുപോലെ മടക്കി 2 സ്ലീവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു സ്ലീവില്ലേ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ 2 സ്ലീവിൻ്റെയും സെൻട്രൽ പോയിൻറ്റുകൾ വേണം ഒരുമിച്ച് വരാൻ. അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ സ്ലീവിൻ്റെയും സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഈ ഒരു അടിയിൽ വരുന്ന സ്ലീവിൻ്റെ സെൻറ്ററൂടെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ താഴെ വരുന്ന സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് മുകളിൽ വരുന്ന സ്ലീവിൻ്റെ ചീത്ത വശം ഇതുപോലെ വെച്ചിട്ട് ആ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും ഇതുപോലെ നമ്മുടെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 തട്ടായിട്ടാണ് സ്ലീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 സ്ലീവുകൾ ഒരുമിച്ച് വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ മാർക്കിങ് കൊടുത്തില്ലേ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നെ സെൻറ്ററിൽ വരിക. എന്നിട്ട് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു 2 സ്ലീവിൻ്റെയും താഴെ വശം 2ആയിട്ട് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ അടിവശം ഒരു 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ്
ഒന്നുകൂടെ ഒരു 1/4 ഇഞ്ചൂടെ മടക്കി 2 പ്രാവശ്യമായിട്ട് സ്ലീവിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ ലോക്കിൻ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ താഴ്വശം ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് റൗണ്ട് സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ 2ആയിട്ട് മടക്കി ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിന്നാൽ ആ താഴ്വശം നല്ല നീറ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് 1/4 ഇഞ്ച് വീതം മടക്കി 1/2 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സ്ലീവിലും ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഈ മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ആ ബ്ലാക്കിലും ഇതുപോലെ തന്നെ അടിവശം മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 സ്ലീവും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒരു 1/4 ഇഞ്ച് മടക്കി ഫുൾ റൗണ്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലാക്കിൻ്റെ സ്ലീവ് ഇല്ലേ, അതിൻ്റെയും താഴ്വശം ഇതുപോലെ മടക്കി ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലേക്കും വേണ്ട സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പാർട്ടിലേക്ക് എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മുമ്പേ ഇവിടെ 2 ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്തില്ലായിരുന്നോ, ആ ഒരു ലൈനിൽ നിന്നും താഴേക്ക് നമ്മൾ എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിലും വരച്ചു കൊടുക്കുക. ഇതാ ഷോൾഡറിൻ്റെ ആ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നും താഴേക്ക് നമ്മൾ ഫ്രണ്ടിൽ എത്രയാണോ ലെങ്ത് കൊടുത്തിരിക്കുന്നത്, നമ്മൾ 11 ഇഞ്ചല്ലേ ലെങ്ത് കൊടുത്തിരിക്കുന്നത്, ആ സെയിം ലെങ്ത് തന്നെ ബാക്കിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ലൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ടോട്ടൽ 11 ബാക്കിലെയും ഫ്രണ്ടിലെയും കൂടെ കൂട്ടി 11 22 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇനി എന്താ നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൽ, അതായത് നമ്മുടെ ആ സ്ട്രാപ്പിൻ്റെ ആ ഒരു സെൻട്രൽ പോയിന്റ്, അവിടെ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക. അതായത് ആ 2 ഇഞ്ചിൻ്റെ ലൈനില്ലേ അതിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ലൈൻ വരച്ചിട്ടില്ലേ, ആ ഒരു ലൈനിൽ കൂടെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കുക. ആ ലൈനിൽ കൂടെ തന്നെ വരുന്ന രീതിയിൽ വേണം ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ സെൻട്രലിൽ നിന്നും താഴേക്കും അവിടെ നേരെ തിരിച്ച് മുകളിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. എന്താ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ആ സെൻട്രൽ പോയിൻ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് പിടിച്ചിട്ട് ആ ഷോൾഡറിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻട്രൽ പോയിൻറ്റും നമ്മുടെ ഈ സ്ലീവിൻ്റെ സെൻട്രൽ പോയിൻറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല വശവും കൂടെ വേണം ഒരുമിച്ച് വയ്ക്കാൻ. എന്നിട്ട് ആ സെൻട്രലിൽ നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നേരെ തിരിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 2 സൈഡിലേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതിലുണ്ട് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവൊന്നും വരരുത്, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങോട്ടോ ചെരിവൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി പോകും നമ്മുടെ സ്ലീവിൻ്റെ. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അത് നേരെ തിരിച്ച് സെൻറ്ററിലേക്ക് വരിക. എന്നിട്ട് അവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നല്ല ഷേപ്പിലിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ഫ്രണ്ടിൽ ടൈ വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് എവിടെയാണോ ടൈ വേണ്ടത് അതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അതനുസരിച്ച് അതിൻ്റെ ലെങ്ത് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ വള്ളി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു പടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഞാനൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നീളം നമ്മുടെ ഈ ഒരു ഫുള്ള് വണ്ണത്തിൻ്റെ ആ ഒരു നീളമാണ് എടുത്തിരിക്കുന്നത്. അതായത് എവിടെ വരെയാണോ നമുക്കിതിൻ്റെ ലെങ്ത് വേണ്ടത് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണ് വരുന്നത് അതാണ് ഇതിൻ്റെ നീളമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഈ നമ്മുടെ വണ്ണത്തിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടെ എക്സ്ട്രാ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ പോയിന്റിലായിട്ട് 2 സൈഡിലേക്ക് നമ്മൾ ഈ പടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കുമാണ് നമ്മൾ ഈ പടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗത്ത്, അതായത് പടിയുടെ ഒരു സൈഡിൽ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു പടിയുടെ താഴെ വശവും മുകൾ വശവും ഒരു 4 ഇഞ്ച് വീതം മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വയ്ക്കുന്ന പടിയുടെ ഒരു വശവും ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് 4 ഇഞ്ചിൽ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ ആ പടിയുടെ 2 സൈഡും 4 ഇഞ്ച് വീതം മടക്കി ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് അയൺ ചെയ്തെടുത്തത്. നിങ്ങളെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ. 2 സൈഡും 4 ഇഞ്ച് വീതം മടക്കി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ നൈറ്റി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഒരു സെൻട്രൽ പോയിന്റില്ലേ, അതായത് നമ്മൾ ആ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് നമ്മളിതിൻ്റെ ഒരു 1 സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഫോൾഡ് ചെയ്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ആ സെൻട്രൽ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മുടെ പടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുകളിൽ കൂടെയും താഴെ കൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മുകളിൽ കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യല്ലേ, അവിടുന്ന് നൂല് പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടിട്ട് നിർത്തുക. ഇനി അടുത്ത സൈഡിലെ പടിയെടുത്ത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതായത് ആ സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ താഴെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ പടിയുടെ മുകളിൽ കൂടെയും താഴെ കൂടെയും മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. ആ സെൻറ്ററിൽ കൂടെ ഒന്നും സ്റ്റിച്ച് കയറരുത്, കാരണം സെൻറ്ററിൽ കൂടെ നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ആ വള്ളി ഇടണമെങ്കിൽ ആ സെൻട്രൽ ഭാഗത്തും അതുപോലെ ആ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗവും ഒന്നും അടിച്ച് ക്ലോസ് ചെയ്ത് വെച്ചേക്കരുത്. മുകളിൽ കൂടെയും താഴെ കൂടെയും മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള വള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. വള്ളിയുടെ ഒരറ്റം ചുമ്മാ പ്ലെയിനായിട്ടും കൊടുത്തിട്ടുണ്ട്, ഒരറ്റത്ത് നമ്മുടെ മറ്റേ ആ ഫാബ്രിക്കിൻ്റെ ചെറിയൊരു കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളിതിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിക്കാത്തത്. ഇനി നമ്മുടെ വള്ളിയുടെ ആ ഒരു പ്ലെയിനായിട്ടുള്ള ഭാഗമില്ലേ, അവിടെ സേഫ്റ്റി പിൻ കുത്തിയിട്ട് ഇതുപോലെ നമ്മുടെ വള്ളി ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 വള്ളിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അത് 2 സൈഡിലേക്കുള്ള. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ഇതുപോലെ വള്ളിയെ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ വള്ളി അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ വള്ളിയും ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 വള്ളിയാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനിട്ട് നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്ലീവിലൊന്നും സ്റ്റിച്ച് കൊള്ളാതെ വേണം ചെയ്തെടുക്കാൻ. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ ഈ നൈറ്റിയുടെ താഴെ വശം ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ആ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു നൈറ്റി ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 36 ചെസ്റ്റ് സൈസിൻ്റെ നൈറ്റിയാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ലെങ്ത് 6 ഇഞ്ചുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഈക്വൽ ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ആ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും കൊടുത്തപ്പോഴത്തേന് എൻ്റെ നെക്ക് ഒത്തിരി അങ്ങ് വൈഡായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 4.5 ഇഞ്ചൊക്കെ നെക്കിന് ലെങ്ത് കൊടുത്താൽ മതി. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.